എന്തുകൊണ്ട് ഞാൻ അവതാർ, മിഷൻ ഇമ്പോസിബിൾ തുടങ്ങിയ സിനിമകൾ കാണുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല? ആദ്യമേ പറയട്ടെ, ഈ സിനിമകളുടെ ആദ്യ പതിപ്പ് വളരെ നല്ലതാണ്, പുതിയ സിനിമകൾ എന്നുള്ള നിലവാരത്തിൽ. പക്ഷേ ഈ സിനിമകളെ നോക്കുമ്പോൾ ഇത് മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന ഡോക്ടർമാർ പഠനാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൃതദേഹങ്ങൾ പോലെയാണ്. അവർക്കല്ലാതെ സാധാരണ ആളുകൾക്ക് ഇത് ആവശ്യമേ ഇല്ല. ഈ സിനിമകൾ 90s സിനിമകളാണ്. മാക്സിമം പോയാൽ 90s സിനിമകൾ. അവിടുന്ന് ആളുകളും സിനിമകളും കാലവും ഒരുപാട് മുന്നോട്ട് പോകുന്നു. എന്നിട്ടും ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളും ഇതിൻ്റെ കുറച്ച് ആരാധകരും അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരുപാട് ലെങ്ത് ഉള്ള സിനിമകളുമാണിത്. എങ്ങനെ കണ്ടിരിക്കും എന്നുള്ളത് ഒരു തരത്തിൽ നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള ഈ സിനിമകൾ പഠനാവശ്യങ്ങൾക്കല്ലാതെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. പിന്നെ പറയാനുള്ളത്, അവതാർ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ നടൻ്റെയോ നടിയുടെയോ പേര് നിങ്ങൾക്കറിയാമോ? സാധ്യതയില്ല. മിഷൻ ഇമ്പോസിബിൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോം ക്രൂസ് എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ആ സിനിമയെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അതാണ് പറയുന്നത്, ഇത് വെറുതെ ഒരു പ്രച്ഛന്നവേഷം പോലെയുള്ള സെറ്റപ്പാണ്. ഒരു സിനിമ സംവിധായകൻ്റെ പേരിലാണ് അറിയപ്പെടേണ്ടത്, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് മാത്രം ഉള്ളെങ്കിൽ എന്താ ചെയ്യുന്നത്? സംവിധായകൻ്റെ പ്രൊമോഷന് വേണ്ടി സിനിമ ഇറക്കുന്ന പോലെ ഇരിക്കുന്നു അവതാർ. അടുത്ത മിഷൻ ഇമ്പോസിബിളിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും ഒരു സംവിധായകൻ്റെ പേരിൽ ഒരു സിനിമ അറിയപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് കഷ്ടമാണ്, എത്ര തോൽവി സിനിമയായിരിക്കും അത്. അവിടെയും പ്രശ്നം. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് എനിക്കറിയത്തില്ല, ഇനിയെങ്കിലും ഇവർ മാറി ചിന്തിക്കുമെന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും ജെയിംസ് കാമറൂൺ വിരമിക്കുന്നതിന് വേണ്ടിയും അടുത്ത വർഷം ടോം ക്രൂസും അലക്സാൻഡ്രോ ഇന്നാരിട്ടും തമ്മിലുള്ളൊരു സിനിമ വരുന്നുണ്ട്. അത് കാണുവാനായിട്ട് ഞാനിപ്പോഴേ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അലക്സാൻഡ്രോ ഇന്നാരിട്ടുൻ്റെ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആദ്യമായിട്ട് പറഞ്ഞത് അലക്സാൻഡ്രോയ്ക്ക് പകരം ടോം ക്രൂസ് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ടും ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ ഞാൻ കാത്തിരിക്കുന്നു. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുന്ന വിധം പരിഗണിക്കുക. താങ്ക് യു.